വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറെ വയറിന് ചെയ്തിട്ടോ കുറെ ഓടിയിട്ടോ ഒന്നും കാര്യമില്ല. അതിന് കോമ്പൗണ്ട് എക്സസൈസ് നിങ്ങളുടെ വർക്കൗട്ടിൽ ആഡ് ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നായ ഡംബൽ ബെഞ്ച് പ്രസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഡംബൽസ് തൈ മസിൽസിൽ തന്നെ പ്ലേസ് ചെയ്യുക. കിടക്കുമ്പോൾ നിങ്ങൾ ലെഗിന്റെ സപ്പോർട്ടോട് കൂടി മാത്രം ഡംബൽ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എത്ര വലിയ ഡംബൽസ് ആണെങ്കിലും നിങ്ങൾ ലെഗിന്റെ സപ്പോർട്ടോട് കൂടി ഡംബൽ ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡംബൽ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചെസ്റ്റ് നല്ലതുപോലെ അപ്പ് ചെയ്ത് മാത്രം വെക്കുക. അതുപോലെ നമ്മുടെ ലോവർ ബാക്ക് ഏരിയയിൽ ചെറിയൊരു ബെൻഡ് എപ്പോഴും കൊടുക്കുക. അതുപോലെ ഡംബൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡംബൽ തിരിച്ചു വെക്കുമ്പോൾ നിങ്ങളുടെ ലെഗ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തൈസിൽ ഡംബൽ പ്ലേസ് ചെയ്ത് കുറച്ച് പ്രസ് ചെയ്ത് മാത്രം ഡംബൽ താഴെ വെക്കാൻ ശ്രമിക്കുക. ഡംബൽ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്കുകൾ. ഒന്നാമത്തേത് ലെഗ് ലിഫ്റ്റ് ചെയ്യാതെ ഡംബൽ എടുക്കുന്നു, ലെഗ് ലിഫ്റ്റ് ചെയ്യാതെ ഡംബൽ വെക്കുന്നു. രണ്ടാമത്തേത് ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ചെസ്റ്റ് അപ്പ് ചെയ്ത് പിടിക്കാതെ ചെസ്റ്റ് ഫ്ലാറ്റ് ആക്കി പിടിക്കുന്നു. ഇതിന്റെ ഫലമായി അനാവശ്യമായ സ്ട്രെസ് നിങ്ങളുടെ ഷോൾഡർ ജോയിന്റിൽ വരുന്നു. ഷോൾഡർ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തല പൊക്കി പിടിക്കുന്നു. ഇതിന്റെ ഫലമായി സെർവൈക്കൽ ഏരിയയിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ജിമ്മിൽ പോകുന്ന മിക്ക ആൾക്കാർക്ക് ഈ പെടലിക്ക് വേദന ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അടുത്ത പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഷോൾഡർ ലൈൻ ക്രോസ് ചെയ്ത് മുമ്പോട്ട് ഒത്തിരി പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. സോ ഇത് രണ്ടും റോങ് ആണ്. ഷോൾഡർ ജോയിന്റിൽ ഇഞ്ചുറി വരാൻ ഇത് മതി. ഇനി വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ബെഞ്ച് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഫ്ലോർ ഡംബൽ പ്രസ്സും ഇതേ സെയിം മെത്തേഡിൽ ചെയ്യാവുന്നതാണ്.